നമസ്കാരം മാഷേ. നമസ്കാരം മാഷേ, ഞാൻ എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ സന്തോഷവാനാണ് ഇന്നത്തെ ദിവസം. അതിനൊരു കാരണം, ഓരോ ഭാരതീയൻ്റെയും സ്വപ്നമാണല്ലോ ഇന്ത്യ ഒരു മൂന്നാം ശക്തിയായി ഉയരുക എന്ന്. ഒന്നാം ശക്തിയായി ഉയരണം എന്നാണ്, പക്ഷെ കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിച്ചാൽ മൂന്നാം ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ശക്തിയിലേക്ക്, മൂന്നാം ശക്തിയായിട്ട് ഉയരുന്നതിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ വഴികൾ, നാൾ വഴികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് രണ്ട് ഡിപ്ലോമാറ്റുകൾ ബാംഗ്ലൂരിലെ മണ്ണിലിരുന്നു കൊണ്ട് വലിയൊരു സംവാദം നടത്തുകയുണ്ടായി. അതിന് വാർത്താക്കുറിപ്പ് മുന്നിലിരിക്കുമ്പോൾ ഇന്ത്യ മൂന്നാം ശക്തിയായി മാറുന്നതിൻ്റെ ആ സംവാദം വരച്ചു കാട്ടുന്നത് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അതിലൊരു സന്തോഷമുള്ളത്, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ 2047 ഇന്ത്യക്ക് 100 വയസ്സാകുമ്പോൾ നമ്മൾ വികസിത ഭാരതമായി തീരുമെന്നൊക്കെ പ്രധാനമന്ത്രിയും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ PRD അത് പ്രചരിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മളത് ഏറ്റെടുക്കുമ്പോഴും ഒക്കെ നേരിടുന്നൊരു ചോദ്യം, ഇതൊക്കെ ഭരണകൂടത്തിന്റെ തള്ളല്ലേ എന്നാണ് പൊതുവെ ആളുകൾ സംശയിക്കുമല്ലോ. എങ്ങനെ എന്ന ചോദ്യമുണ്ട്. ഇത് സാധ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഈ ബാംഗ്ലൂരിലെ ഡിബേറ്റ് എനിക്ക് തോന്നുന്നു അത് എങ്ങനെയാണ് സാധ്യമായെന്ന് അറിയില്ല. ലോകത്ത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭരായ 2 ഡിപ്ലോമാറ്റ്സിനെ ഇരുത്തിയിട്ട് വസ്തുതാപരമായി ഇത് സാധ്യമാണോ അല്ലയോ എന്ന സ്വതന്ത്രമായൊരു ചർച്ച നടന്നു. അപ്പോ ഇന്ത്യ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, സ്ട്രാറ്റജി, ഡിപ്ലോമസി ഒക്കെ സത്യസന്ധമായി വിലയിരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഇതല്ലാതെ മറ്റൊരു വഴി ഇന്ത്യക്കില്ല എന്ന് കൃത്യമായി സത്യസന്ധമായി വിലയിരുത്തിക്കൊണ്ട് സാധ്യമാണെന്ന് പറഞ്ഞു. വെറും നമ്മൾ പോളിഷ്ഡ് അല്ല നമ്മൾ മാത്രമല്ല, ഇതിപ്പോ സാധാരണ ഇതിൽ വൈകാരികമായി ചെയ്യുന്നത് പോലെ ലോകരാജ്യങ്ങളെ എങ്ങനെ കളം തിരിച്ചിട്ട് അവൻ നമ്മുടെ ശത്രു, ഇവൻ നമ്മുടെ മിത്രം എന്നൊക്കെയുള്ള ഒരു കണക്കുണ്ട്. ആ കണക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെയല്ല, നമുക്കെതിരായിട്ട് ആരെങ്കിലും നീങ്ങിയാൽ ഉടനെ അവനെ എന്നേക്ക് വേണ്ടി ശത്രുവായി പ്രഖ്യാപിക്കുന്നത്. അത് ജിയോ പൊളിറ്റിക്സിൽ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, ഇവർ രണ്ടുപേരും വളരെ ആപ്റ്റ് പേഴ്സണാലിറ്റി. എങ്ങനെ കിട്ടി ഈ ഡിബേറ്റിന് ഒത്തു കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒന്ന് കിഷോർ മെഹബൂബാനിയാണ്. കിഷോർ മെഹബൂബാനിയുടെ പ്രത്യേകത, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയെ നയിച്ച ആളാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റ് ആവുക എന്നാണ് ആ ഒരു ഉദ്യോഗമാണ്, ഉദ്യോഗ പദവിയാണ്. ആ പദവിയിൽ അങ്ങനെ ആരും എത്താറില്ല. ഏത് കാലത്ത്? ഐക്യരാഷ്ട്രസഭയ്ക്ക് ലോകത്തെ ഏറ്റവും നിലയും വിലയും ഉണ്ടായിരുന്ന കാലത്ത്, ഐക്യരാഷ്ട്രസഭയ്ക്ക് റോൾ ഉണ്ടായിരുന്ന കാലത്ത്, ഏത് രാജ്യത്ത് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഉടനെ ചെന്ന് പരിഹരിച്ചിരുന്ന ഉണ്ടായിരുന്ന കാലത്ത്. അത് മാത്രമല്ല, അദ്ദേഹം സിംഗപ്പൂരിന്റെ പ്രതിനിധിയാണ്. സിംഗപ്പൂരിന്റെ പ്രതിനിധിയായിട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ വന്നത്. അന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നയാളാണ് മെഹബൂബാനി. ആ പേരിൽ തന്നെ ഒരു ഇന്ത്യൻനെസ്സും ഉണ്ട്. കിഷോറും മെഹബൂബും ഒക്കെ ഇന്ത്യനാണ്. മെഹബൂബാനി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദ്വയമാണത്. ഒരാളല്ല, ഞാൻ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവനും എനിക്ക് തുല്യ ആ പേരിനോട് കൂടെ ഉണ്ട്. മെഹബൂബാനി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ അത്തരത്തിൽ 2 പ്രിയപ്പെട്ടവർ ഒരുമിച്ചിരുന്നത് പോലെയാണ് ഈ ഡിബേറ്റ്. രണ്ടാമത്തെ ആള് അജയ് ബിസാരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അജയ് ബിസാരിയ ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഏറ്റവും മികച്ച ഡിപ്ലോമാറ്റ്സിൽ ഒരാളാണ്. ഈ കാനഡയൊക്കെ ലോകത്തിലെ മികച്ച സമ്പന്ന രാജ്യമായിരുന്ന കാലത്ത്, ഇന്ത്യയിലെ തൊഴിൽ സമൂഹം വലിയ തോതിൽ കാനഡയിലേക്ക് ഒഴുകിയിരുന്ന കാലത്ത് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആയിരുന്നു. ഇപ്പോഴല്ല. ഇപ്പൊ കാനഡയിൽ നിന്ന് ആളുകൾ തിരിച്ചു പോരുകയാണ്. കാനഡയിലെ അന്തരീക്ഷം പോലും ശരിയല്ല, ഭരണകൂടവും അവിടുത്തെ ഇന്ത്യൻ സമൂഹമൊക്കെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇന്നത്തെ കാനഡയല്ല. അന്ന് കാനഡയും US ഒക്കെ വലിയ തോതിൽ ഇന്ത്യക്കാരുടെ സ്വപ്നഭൂമിയായിരുന്ന കാലത്ത് കാനഡയിലെ ഹൈക്കമ്മീഷണർ ആയിരുന്നു ബിസാരിയ. അപ്പോൾ ആ ബിസാരിയ വന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ബിസാരിയ ഇന്ത്യക്കാരനായി നിന്നുകൊണ്ട് ലോകത്തെ കാണാൻ കെൽപ്പുള്ള ഒരു ഡിപ്ലോമാറ്റാണ്. മെഹബൂബാനി ആണെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ കാണാൻ കെൽപ്പുള്ള ഒരാൾ തിരിച്ചു നോക്കുന്നു. അപ്പോ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വളർച്ച മുഴുവൻ, ഇന്ത്യയുടെ കുതിപ്പും കിതപ്പും ഒക്കെ കണ്ട മനുഷ്യനാണ്. ഇന്ത്യ ഒരു പാവം വികസ്വര രാജ്യമായി നിന്നുകൊണ്ട് അമേരിക്കക്കും സോവിയറ്റ് യൂണിയനും അമേരിക്കക്കും ഇടയിൽ ഒരു കൊച്ചു രാജ്യമായി അതും ലോകത്തിലെ ഏറ്റവും വലിയ ജനശക്തിയുള്ള രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഇങ്ങനെ ഈ ഒരു പാവത്താൻ പോലെ നിന്നിരുന്ന ഒരു കാലം കണ്ടയാളാണ് മെഹബൂബാനി. ഇപ്പോൾ വലിയ അത്ഭുതത്തോടെയാണ് ഇന്ത്യയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ സത്യസന്ധതയുണ്ട്, അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വിശ്വാസ്യത. മുന്നോട്ട് വെച്ച 2 പ്രധാന ആശയങ്ങൾ, ഒന്ന് തുലാസിലെ ഇന്ത്യ, സീസോ തന്ത്രം. സാധാരണ ഒരു രാജ്യസ്നേഹിക്ക് മനസ്സിലാവില്ല അത്, സീസോ തന്ത്രം. അപ്പോ നമ്മളെന്താ വിചാരിക്കുക, നമ്മളിപ്പോ അമേരിക്ക നമുക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അമേരിക്കക്കെതിരെ ഉടനെ വാളെടുത്തിറങ്ങണ്ടേ നമ്മൾ വിചാരിക്കുക. അതൊരു രാജ്യത്തിന് എളുപ്പമല്ല. എടുത്തു ചാടി ഒരു ചാട്ടം കൊണ്ട് കിണറ്റ് ചാടിയാൽ പിന്നെ അത്ര എളുപ്പത്തിൽ കയറാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യ വളരെ സീസോ തന്ത്രം, അതാണ് ഈ ബാലൻസ്ഡ് ആണ്. അപ്പൊ സീസോ തന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പഴയ സോവിയറ്റ് യൂണിയനും അമേരിക്കയും 2ആയി നിന്നുകൊണ്ട് ലോകക്രമത്തെ നിയന്ത്രിച്ചിരുന്നത് പോലെ, അന്ന് ബൈപ്പോളാറായിരുന്നു ലോകം.
സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ യൂണിപോളാറായി, അമേരിക്ക മാത്രമായി. പിന്നെയാണ് ആ ഗ്യാപ്പിലേക്ക് അതിവേഗത്തിൽ ചൈന വളർന്നു വന്നത്. ഇപ്പൊ ചൈന US ആണ് സത്യം പറഞ്ഞാൽ നേർക്കുനേരെയുള്ള ഒരു ബൈപോളാണ്. ചൈനക്കും US-നും ഇടയിൽ പണ്ട് സ്വീകരിച്ച നിലപാടല്ല ഇന്ത്യ സ്വീകരിക്കുന്നത്. USSR-ഉം അമേരിക്കയും രണ്ടായി നിന്നിരുന്ന കാലത്ത് നമ്മൾ സ്വീകരിച്ചത് അഡമന്റായി വളരെ കൃത്യമായി USSR-ന്റെ പക്ഷത്ത് ചേർന്നു. പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ അവരുടെ മാത്രം സഹായം തേടി അമേരിക്കയെ അകറ്റി നിർത്തി. ആ കാലമല്ല ഇപ്പോഴത്തെ കാലം. ഈ പൊളിറ്റിക്കൽ അധിനിവേശത്തിന്റെ കാലമല്ല, മറിച്ച് ട്രേഡ് അധിനിവേശമാണ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് ആരെയും പിണക്കേണ്ടതില്ല, ഒരാളെയും ക്ലൈന്റ് അല്ലാതാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ്. അലയാക്കേണ്ട കാര്യമില്ല. സഖ്യകക്ഷിയായി കൂടെ നിർത്തിയിട്ട് മറ്റേ രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്ന കാലമല്ല, മറിച്ച് വ്യാപാരത്തിൽ എല്ലാവരും ആവശ്യമുണ്ട്, പുതിയ അതിജീവനത്തിന് എല്ലാവരും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സ്വീകരിക്കുന്നത് ചൈനയോടും നമ്മൾ പിണക്കമില്ല, എന്നാൽ ചൈനയോട് നമ്മൾ ജാഗ്രതയുണ്ട്. ചൈന നമ്മുടെ അതിർത്തി നീക്കുന്നുണ്ട്, ഹിമാചലിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട്, ചൈനയുമായി ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല പല ഇഷ്യൂസ് ചൈനയുമായി ഒരിക്കൽ നമ്മൾ ഏറ്റുമുട്ടി യുദ്ധമുണ്ടായതാണ്. ആ ഒരു ജാഗ്രത ചൈനയോടുണ്ട്. എന്നാൽ ചൈനയെ നമ്മൾ പിണക്കുന്നുമില്ല. കാരണം അമേരിക്കയുടെ ട്രേഡ് വാർ ഒക്കെ നടക്കുമ്പോൾ, താരിഫ് വാർ ഒക്കെ നടക്കുമ്പോൾ ചൈനയുടെ മാർക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചൈനയെ പിണക്കുന്നില്ല. ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താ? ഈ അമേരിക്കയുമായിട്ടുള്ള സൈനിക കരാറ് റദ്ദാക്കേണ്ട സാഹചര്യമില്ല. കാരണം ഏത് സമയത്തും അത് ആവശ്യം വരും. കാരണം ഒരു ചൈനയുമായി ഒരിക്കൽ യുദ്ധം ഉണ്ടായതാണ്, ഇനിയും ചൈനയുമായി ഏറ്റുമുട്ടേണ്ടി വന്നൂടാ എന്നില്ല. അപ്പോൾ നമുക്ക് സൈനിക സഹായം ആവശ്യം വരും. പ്രത്യേകിച്ചും ചൈനക്കെതിരായി നമ്മളെ സൈനികമായി സഹായിക്കാൻ തയ്യാറുള്ള രാജ്യമാണ് അമേരിക്ക. അവർ പിണക്കേണ്ടതില്ല. മാത്രമല്ല ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഒന്ന്, അതുകൊണ്ട് സൈനിക കാര്യങ്ങൾക്ക് അമേരിക്ക നമുക്ക് വേണം. എന്നാൽ വ്യാപാര കാര്യങ്ങൾക്ക് നമുക്ക് അമേരിക്ക ഉപകാരപ്പെടുന്നില്ല. മാത്രമല്ല അമേരിക്ക ഒരുതരം ശത്രുതയോടെ നമ്മൾ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ അടഞ്ഞു പോകുന്ന മാർക്കറ്റ് ചൈനയിൽ നമ്മൾ തുറക്കും. അപ്പൊ നമുക്ക് ചൈനയുടെ മാർക്കറ്റ് ഉപയോഗിക്കുന്നു നമ്മൾ. അതുകൊണ്ട് ചൈനയെയും നമ്മൾ പിണക്കുന്നില്ല. സ്ട്രാറ്റജിക് വളരെ ഹെഡ്ജിങ് ആണ്. അത് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നമുക്ക് റഷ്യ വേണം. എന്തിനാണ്? നമുക്ക് ഊർജ്ജം വേണം. റഷ്യയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 40% എണ്ണ വ്യാപാരം തരുന്നവരാണ്. അതുകൊണ്ട് അവരെയും നമ്മൾ പിണക്കുന്നില്ല. ഇതിനിപ്പോ സാറ് പറഞ്ഞൊരു വാക്കാണ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ പഠിച്ചൊരു പാഠം. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പോ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടം ഉണ്ടാക്കുമെന്ന് ആശങ്കയോടെ ജാഗ്രതയോടെ നീങ്ങുക. നാളെ ഇപ്പോ അവർ തരുന്നൊരു സൗഹൃദം നാളെ നമുക്ക് വിനയായി തീരുന്നോ എന്ന ഒരു ജാഗ്രത പാലിക്കുക. ഇൻ കേസ് അത് വിനയായി തീരുമെന്ന് കണ്ടാൽ ഇപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ഒരു സ്റ്റെപ്പിനി മീൻസ് ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും നമ്മുടെ കൂടെ നിർത്തുക. അതാണ് തന്ത്രം. ഇത് ഷെയർ മാർക്കറ്റിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഷെയർ ഉണ്ട്, ആ ഷെയർ ഇപ്പൊ വിറ്റാൽ നമുക്ക് നഷ്ടം വരും എന്ന് കണ്ടാൽ അത് വിൽക്കാതിരിക്കുക, ഹോൾഡ് ചെയ്യുക, സമയം കാത്തിരിക്കുക, നല്ല സമയം കാത്തിരുന്നിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ നഷ്ടം കുറക്കാൻ പറ്റും, ലാഭം കൂടിയില്ലെങ്കിലും. അപ്പൊ ഈ സ്ട്രാറ്റജിക് ഹെഡ്ജിങ് തന്ത്രം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചായിരുന്നെങ്കിലും രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും ആ തന്ത്രമാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് അപ്പൊ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇത് ഒരു വാക്ക് വളരെ കൃത്യമാണ് സാറ് പറഞ്ഞത്. ഒരു വാതിൽ അടയുമ്പോൾ ഒരു വാതിൽ തുറന്നിരിക്കണം. തുറക്കുന്ന മാത്രമല്ല, അതാണ് നയം. അതാണ് ദീർഘവീക്ഷണമുള്ള നയം. ഇനി ഈ ദീർഘവീക്ഷണമുള്ള നയത്തിലൂടെ പോയാൽ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് 2047 ഇന്ത്യക്ക് 100 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ലക്ഷണമൊത്ത വികസിത രാജ്യമായി തീരും. GDP വികസിത രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്കണോമിക് ടേംസിൽ പറയാൻ പറ്റണം, സാമ്പത്തികമായ മാനദണ്ഡ പ്രകാരം. ഇപ്പൊ ഇന്ററാക്ഷൻ സമയത്ത് ഈ ഡിബേറ്റിൽ ചോദിച്ചു മെഹബൂബാനിയോട്, ഐ എം ഷുവർ ഞാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണക്ക് പറഞ്ഞു. 47 ഈ പറഞ്ഞ ശരിയാണോ? വികസിത രാജ്യം എന്ന് വെച്ചാൽ എന്താ? ദാരിദ്ര്യത്തെ അതിജീവിച്ച് ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാരും അവർക്ക് നിലനിൽക്കാനുള്ള സാമ്പത്തിക ശേഷി കൈവരിക്കുക എന്ന് പറഞ്ഞാൽ 2047 ഇപ്പോഴത്തെ GDP ഗ്രോത്ത് 7.8 ആ കണക്ക് വെച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 2047 ഇന്ത്യയിലെ ഓരോ പൗരനും ശരാശരി $20,000 വാർഷിക വരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെ ഇക്കണോമി ഏതാണ്ട് $30 ട്രില്യൺ എത്തും. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം കോടിയാണ്. അപ്പൊ 30 ലക്ഷം കോടി ആസ്തിയുള്ള ഒരു രാജ്യമായി ലോകത്തിലെ 3ാമത്തെ ശക്തിയായി. ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് കണക്കാകുന്നത്, കൃത്യമായ കണക്കാണ്. അതുകൊണ്ട് ഈ ഒരു ഭരണകൂടത്തിന്റെ അവകാശവാദമല്ല, വിദഗ്ധരുടെ സുചിന്തിതമായ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള
പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചെടുക്കുകയാണ് ഇന്ത്യ മൂന്നാം ശക്തിയായി. പക്ഷേ ഈ UN ഒക്കെ ഇനി പ്രസക്തി ഉണ്ടോ? UN ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നാം പൊളിച്ചെഴുതി കളഞ്ഞു ഈ ഡിബേറ്റിൽ. ഞാൻ കണ്ടത് ഇപ്പൊ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗമായിട്ട് ഇന്ത്യ ഇല്ല. ലോകത്തിലെ 2 വമ്പൻ രാജ്യങ്ങളാണ്, 5 പേര്. അതിനാണ് പെർമനന്റ് 5 എന്ന് പറയുന്നത്, P5. ആ 5-ൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പൊ റഷ്യയും ചൈനയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡിബേറ്റിൽ ഈ വിദഗ്ധന്മാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങളിപ്പോ ഈ UN പിന്നാലെ നടക്കുകയാണ്. ആർക്ക് വേണം ഈ UN? ലോകത്തിൽ എടുക്കാത്ത ചരക്കായി മാറിയില്ല UN. ഇപ്പൊ എന്ത് റോളാണുള്ളത്? ഏത് രാജ്യത്താണ്, ഏത് സംഘർഷ ഭൂമിയിലാണ്, ഏത് രാജ്യമാണ് UN സഹായം? അടുത്ത വഴി എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പുതിയ മുന്നണി ഉണ്ടാക്കണം. ആ മുന്നണിക്ക് അവർ പറഞ്ഞിരിക്കുന്നത് CIA എന്നാണ്. CIA അമേരിക്കയുടെ CIA അല്ല. C for China, I for India. ഇത് രണ്ടും ഉണ്ടാകണം. ചൈനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് മൂന്നാമത് അതിൽ ചേർക്കേണ്ടത് അമേരിക്കയെയും ഈ ജപ്പാനെയും ബ്രിട്ടനെയും ഒന്നും അല്ല അതിൽ ചേർക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഗുണകരമായ എന്തിനാണ് ഈ 3 കാര്യങ്ങൾക്ക് ഉപകാരമാണ്? നിങ്ങൾക്ക് മാർക്കറ്റ് വേണം, നിങ്ങളുടെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റണം, നിങ്ങളെ ആശ്രയിക്കുകയും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയും നിങ്ങളെ മാതൃകയാക്കുകയും ചെയ്യണം. അങ്ങനെ ചേർക്കാൻ പറ്റിയ രാജ്യം മെഹബൂബാനി പറയാണ്, എൻ്റെ ഒരു മുന്നണി, എൻ്റെ കയ്യിൽ ശക്തമായ 10 രാജ്യങ്ങളുടെ ഒരു മുന്നണിയുണ്ട്. അതേതാണ്? ആസിയാൻ. അതാണല്ലോ ഈ പറഞ്ഞ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അതാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സംഭവിച്ചാൽ ശക്തമാണ്. 10 രാജ്യങ്ങളാണ്. 10 രാജ്യങ്ങൾ ചെറുതാണെങ്കിലും വമ്പന്മാരാണ്. CIA. ഈ A for ആസിയാൻ. ആസിയാന്റെ 10 രാജ്യങ്ങൾക്കാണ്. അപ്പോൾ ആ 10 രാജ്യങ്ങളും ചൈനയും ഇന്ത്യയും ചേർന്നാൽ ലോകത്തിൽ ഒരാൾക്കും നിങ്ങളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുന്നത്. 10 രാജ്യങ്ങൾ അറിയാലോ. ഒന്ന് അദ്ദേഹത്തിന്റെ സിംഗപ്പൂരാണ്, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, തായ്ലൻഡ്, മ്യാൻമർ, ലാവോസ്, കംബോഡിയ, ബ്രൂണൈ. 10 രാജ്യങ്ങൾ. ആരും ചില്ലറക്കാരല്ല, ഒക്കെ ചെറുതാണ്. ആരോടും ഫൈറ്റ് ചെയ്ത് മുട്ടാൻ പോകാൻ സമ്പന്ന രാജ്യങ്ങളാണ്, സമാധാനപ്രിയരാണ്, ലോകത്തിലെ മുഴുവൻ ടൂറിസ്റ്റുകളും ചെല്ലുന്ന രാജ്യങ്ങളാണ്. മാത്രമല്ല അവർക്ക് ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട്, അവർക്ക് ഇന്ത്യയെ വിശ്വാസമുണ്ട്. ഇതിൽ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യൻ കൾച്ചറിനോട് ഒത്തുനിൽക്കുന്നവരാണ്. മെഹബൂബാനി പറയുന്നത് നിങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കരുത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിലേക്ക് ഒട്ടും നോക്കരുത്. എന്താ കാര്യം എന്ന് വെച്ചാൽ യൂറോപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ നാടല്ല. അവര് പണ്ട് ഈ ഇന്ദുപ്പാക്കര ആനയുണ്ടായിരുന്നു പറഞ്ഞ പോലെ ഞങ്ങൾ ഉഗ്രപ്രതാപികളാണെന്ന് പറഞ്ഞു പഴയ പ്രതാപം പറഞ്ഞു ലോകത്തിൽ അവർ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. പുതിയ ലോകത്ത് അവരില്ല. ബ്രിട്ടനും ഫ്രാൻസും നോക്കിയിട്ട് പഴയ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ നിന്ന് പറഞ്ഞ യൂറോപ്പിനെ നോക്കി പഠിക്കരുത്. ഗ്രീസിലേക്ക് നോക്കണ്ട, ഫ്രാൻസിലേക്ക് നോക്കണ്ട, ബ്രിട്ടനിലേക്ക് നോക്കണ്ട. ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇന്ത്യയിലേക്കാണ് എന്നവരും പറയുന്നുണ്ട്. ലോകം ഇനി നിങ്ങളെ നോക്കും. അതാണ്, നിങ്ങൾ ലോകത്തെ നോക്കുകയല്ല, യൂറോപ്പിലേക്ക് നോക്കണം. യൂറോപ്പ് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നൊരു കാര്യം. വേറൊന്ന്, ഈ ചർച്ചയുടെ ഒടുവിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾ മിഡിൽ ഈസ്റ്റിനെ ഗൗരവമായിട്ട് എടുക്കണം. 3 കാരണങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഇനിയും ഊർജം തരും, എണ്ണയുണ്ട് അവരുടെ കയ്യിൽ. 2, മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് നല്ല മാർക്കറ്റാണ്. 3, മിഡിൽ ഈസ്റ്റ് നിങ്ങളുടെ വർക്കിംഗ് ക്ലാസിന്റെ ഏറ്റവും വലിയ മേഖലയാണ്. നിങ്ങൾക്ക് നമ്മുടെ പ്രവാസികളെ പരിഗണിക്കാതെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ നിങ്ങൾ പിണക്കരുത്. സൗത്ത് ഈസ്റ്റിനെ നിങ്ങളൊരു മുന്നണിയായി കൂടെ നിർത്തുമ്പോഴും മിഡിൽ ഈസ്റ്റിനെ പിണക്കരുത്. അതാണ് വേറൊന്ന്. പിന്നെ ഈ ചർച്ചയുടെ ഒടുവിൽ വന്നിരിക്കുന്ന സുപ്രധാനമായ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അയൽപക്കത്ത് 3 രാജ്യങ്ങളിൽ കലാപം നടന്നു. അതിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. നേപ്പാൾ ഒടുവിൽ, അതിന്റെ തൊട്ട് മുമ്പ് ബംഗ്ലാദേശ്, അതിനു മുമ്പ് ശ്രീലങ്കയും. ഈ 3 രാജ്യങ്ങളിലെയും കലാപം നിങ്ങൾ കരുതിയിരിക്കണം. കാരണം അത് ഇന്ത്യക്ക് ചില പാഠങ്ങളുണ്ട്. അതിൽ നിങ്ങൾ എല്ലായിടത്തും ഒരേ സ്ട്രാറ്റജി സ്വീകരിക്കരുത്. ചിലയിടത്ത് നിങ്ങൾ കലാപം ശരിയാണെന്ന് വാദിക്കും. ഡിജിറ്റൽ നയതന്ത്രം ആവശ്യമാണ്. അതാണ് അതിന്റെ ഒരു എന്താണ് പറയുന്നത്, സോഫ്റ്റ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റലായി അനലൈസ് ചെയ്യണം. എല്ലാം ഒരുപോലെ അല്ല, ഒരേ നാണയത്തിൽ എടുക്കരുത്. ബംഗ്ലാദേശിലെ കലാപകാരികൾ ഇന്ത്യക്കെതിരാണ്, എന്നാൽ നേപ്പാളിലെ കലാപകാരികൾ ഇന്ത്യൻ അനുകൂലികളാണ്. രണ്ടിനെയും ഒരേ നാണയത്തിൽ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആണെങ്കിലും ഇന്ത്യ ഇനി ലോകത്തെ നോക്കുന്ന രാജ്യമല്ല. ലോകത്തെ ഇന്ത്യ നോക്കുകയില്ല, ലോകം ഇന്ത്യയെ നോക്കും. അവസാനമായി നിങ്ങൾക്ക് വേണ്ടത് ഒരു സൈബർ കരാറാണ് എന്ന് മെഹബൂബാനി പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ എന്താണ് ഇദ്ദേഹം ഈ വിസാരിയ മെഹബൂബാനിക്ക് കൈ കൊടുക്കുമ്പോൾ മെഹബൂബാനി പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സൈബർ എഗ്രിമെന്റ് വേണം, പരസ്പരമുള്ള സൈബർ സഹായ കരാർ വേണം. അത് വെക്കേണ്ടത് ആരോടാണെന്ന് 2 വട്ടം ആലോചിക്കേണ്ട, ഞങ്ങളുമായിട്ട് വെച്ചോളൂ, സിംഗപ്പൂരുമായിട്ട്. അതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഗംഭീരമായിരുന്നു ആ ചർച്ച, സന്തോഷകരമായ, വളരെ കണ്ടന്റ് ഉള്ളതായിരുന്നു. അത് ഇൻഫർമേഷൻ പാക്ഡ് ആയിരുന്നു.
നമ്മുടെ ആശങ്കകളെ ദൂരീകരിക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ള അഭിമാനവും ഉൾക്കാഴ്ചയും നൽകുന്നതാണ് ആ ചർച്ച ഗംഭീരമായിരുന്നു. രണ്ടുപേരെയും നമുക്ക് അഭിനന്ദിക്കണം. ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ആ ചർച്ച. മൂന്നാം ശക്തിയായി ഇന്ത്യ വളരും എന്ന തീർച്ചയായിട്ടും മൂന്നാമത്തെ ശക്തിയാണ് എന്ന് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആവുമെന്ന് ഉറപ്പാണ് എന്ന് വസ്തുതകൾ നിരത്തി സ്ഥാപിക്കുന്ന ഒരു ചർച്ചയായിരുന്നു. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.